ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചതും ഒക്കെ ഉണ്ട്. അതൊന്നും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊരു ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ നോമ്പ് എത്തിയില്ലേ, അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള നമ്മുടെ നനച്ചുളി എന്നാണ് നമ്മൾ പറയുക, നനച്ചുളി പരിപാടികളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഈ ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് കൊണ്ട് ഈ ടൈമിൽ തന്നെ അതാണിപ്പോൾ ഇടുന്നത്. ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. ഭയങ്കര തിരക്ക് വെച്ചാൽ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. അപ്പോൾ അതാ എൻ്റെ നനച്ചുളി ഇവിടെ തുടങ്ങിയിരുന്നു. നിങ്ങളൊട്ടുമിക്ക നനച്ചുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ എൻ്റെ വീഡിയോസ് എപ്പോഴും ലേറ്റായിട്ടാവും വരാം. ഈ വീഡിയോസൊക്കെ ഞാൻ കുറേ ആയിട്ടാണ് എടുത്ത് വെച്ചിട്ട്. ഞാൻ നനച്ചുളി ചെറിയ മക്കളൊക്കെ കൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും തീർത്തതല്ല, കുറേശ്ശെ ആയിട്ട് ചെയ്ത് അങ്ങനെ തീർത്തത്. അപ്പോൾ ആദ്യം ബെഡ്റൂമും കാര്യങ്ങളും 2 ബെഡ്റൂമാണ്. ആ 2 ബെഡ്റൂമും നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത്, പിന്നെ 2 ബാത്റൂമും ക്ലീനാക്കി എടുത്ത്, പിന്നെ വേറെ ദിവസം ഇതുപോലെ ബാക്കി അങ്ങനെ ഓരോന്ന് ചെയ്ത് പോകുന്നതാട്ടോ. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, എന്താ പറയുക, നോമ്പിന് മുന്നേ നമ്മൾ മനസ്സ് ശുദ്ധിയാക്കുമല്ലോ അല്ലേ. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നല്ല ശുദ്ധമാക്കി വെക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ വീടുകൾ, നമ്മൾ എവിടെയാണോ നമ്മൾ താമസിക്കുന്നത് അവിടെ നമ്മൾ അത്രയും വൃത്തിയായി നീറ്റാക്കിയിട്ട് ആ ഒരു നോമ്പിൻ്റെ സമയമാകുമ്പോൾ പ്രത്യേകമായിട്ടൊരു നമ്മൾ എന്തായാലും മാസത്തിലൊരിക്കൽ, ചിലവർ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുള്ളവരായിരിക്കും. പക്ഷേ ഈ ഒരു റമദാൻ മാസത്തോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ഡീപ്പ് ക്ലീനിങ് അത് ഭയങ്കര ഒരു ക്ലീനിങ് തന്നെ ആയിരിക്കും. അത്യാവശ്യം നമ്മളെ എത്താത്ത സ്ഥലത്തും എല്ലായിടത്തും നമ്മൾ അത്രയും ക്ലീനാക്കി നീറ്റാക്കിയിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ ഒരു ഉപയോഗിക്കാത്ത പാത്രങ്ങൾ വരെ ഉണ്ടാവും നമ്മളെ റാക്കിൻ്റെ മുകളിൽ. അതൊക്കെ എടുത്ത് നമ്മൾ കഴുകിയിട്ട് വീണ്ടും ആ റാക്കിൻ്റെ മുകളിൽ തന്നെ എടുത്ത് വെക്കും അല്ലേ. അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു നനച്ചുളിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോമാലായതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉള്ള സ്ഥലം നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി ഇതാക്കുകയാണ്. അപ്പോൾ ഒരു ഞങ്ങളെ ബെഡ്റൂം ഞങ്ങൾ വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കംഫർട്ടർ സെറ്റൊക്കെ ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ റൂം അത്യാവശ്യം നല്ല ടോയ്സും കാര്യങ്ങളൊക്കെ പരന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ റൂം ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ളൂ. മാത്രമല്ല പിന്നെ ഒത്തിരി ലെങ്ത്ത് ഉണ്ടായിരുന്നു ഈ വീഡിയോ. ഞാൻ കട്ട് ചെയ്ത് പിന്നെ സ്പീഡൊക്കെ കൂട്ടിയിട്ടിട്ടാണ് ഇത്രയെങ്കിലും ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ടൈം എടുത്ത് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഇവിടെ ആരെയും ബോധിപ്പിക്കാനോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. പിന്നീട് ഞാൻ ഹോളിലേക്കാണ് വന്നത്. ഹോളും ഇതുപോലെ ഒത്തിരി എല്ലാ സാധനങ്ങളും വലിച്ചിട്ടിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചുമര് കഴുകുക, വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ വരുന്ന സമയത്ത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ചുമര് ഇവിടെ നോക്കിയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അന്ന് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ കറൻ്റ് വീട്ടിലെ ചുമര് എന്ന് പറയുമ്പോൾ ഭയങ്കര കളറായിട്ടൊക്കെ വരച്ചിട്ടും കളറും ക്രയോൺസും ഒക്കെ വരച്ചിട്ട് ഭയങ്കര വൃത്തികേടായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ കിച്ചണൊന്ന് നല്ലപോലെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നോമ്പ് അടുപ്പിച്ചിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ആ ചുമരിൻ്റെ ക്രയോൺസൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പ് അതിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് മുഴുവനായിട്ട് അത് കളയാൻ പറ്റില്ല, കാരണം ഒരുപാടുണ്ട്. നമ്മൾ സ്കെച്ച് കളറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഹാളിൽ ഇതുപോലെ ഒരു കാർപ്പറ്റ് അങ്ങോട്ട് വിരിച്ച് ഇട്ട്, പിന്നെ നമ്മൾ ചെറിയ മക്കളുടെ അടുത്തൊന്നും ശരിക്കും ഇതൊന്നും നടക്കില്ല, വേഗം ചളിയാവും. എന്നാലും അങ്ങനെ ഇട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആദ്യം തന്നെ ബെഡിൻ്റെ കവറ് വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അടിച്ചോരി അങ്ങനെ പോയതല്ലേ. പിന്നെ തുടക്കാണ്. തുടച്ച് ഇനി എല്ലാം നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ബെഡ്ഷീറ്റും എല്ലാം മാറ്റിയാൽ തന്നെ പകുതി ഒന്ന് ക്ലീൻ ആയ പോലെ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെന്താ, നോമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ചാൽ പറയണം.
ഈ വ്ളോഗൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും കമൻറ്റ്സ് നിങ്ങൾ പറയണം കേട്ടോ. ഇതിലാണ് നമുക്ക് എന്താ പറയുക, ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. ബെഡ്ഷീറ്റ് ഞാൻ മിക്കതും 3 ദിവസം കൂടുമ്പോൾ ഒക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. എനിക്ക് ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബെഡ്ഷീറ്റിനിപ്പം വാങ്ങുകയാണെങ്കിൽ പുതിയത് അങ്ങനെ കൂടുതലും ബെഡ്ഷീറ്റുകൾ വാങ്ങും. പിന്നെ മക്കളൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെങ്കിലും നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം ബെഡ്ഷീറ്റ് നമ്മുടെ കയ്യിൽ വേണമല്ലോ. അപ്പോൾ ഞാൻ മിക്കവാറും 3 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ മാറ്റാറുണ്ട്. ആഴ്ചയിൽ മാറ്റുന്നവരുണ്ട്, പക്ഷേ എനിക്കിങ്ങനെ 3 ദിവസം കൂടെ മാറ്റണം ഇഷ്ടം. പിന്നെ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ബെഡ്ഷീറ്റ് ഇൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ ശരിക്കും ഒരു പെർഫെക്ഷൻ കിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു ചീർപ്പെടുത്തിട്ട് നമ്മൾ അങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ അവിടെ ഫിറ്റായിട്ട് കിടന്നോളും. പിന്നെ നമുക്കിപ്പോൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഉണ്ട്, അപ്പോൾ അതാകുമ്പോൾ കുറച്ച് അത്യാവശ്യം വലിച്ചിട്ടിട്ടുള്ള ആ ഒരു ഫിറ്റും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ചീർപ്പെടുത്തിട്ട് നമ്മുടെ സൈഡിലൂടെ ഒക്കെ നല്ലപോലെ ഉള്ളിൽ നമ്മൾ കൈയായിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ഉള്ളിക്കാക്കി കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ അതിൻ്റെ കംഫർട്ടറും വെച്ചിട്ട് അവിടെ അങ്ങനെ സെറ്റ് ചെയ്താട്ടോ. പിന്നെ എന്താണ്, റമദാൻ റിലേറ്റഡായിട്ടുള്ള നിങ്ങൾക്ക് എന്തൊക്കെ റെസിപ്പീസാണ് വേണ്ടത്, ഹെൽത്തി റെസിപ്പീസ്, ഡയറ്റ് റെസിപ്പീസ്, അങ്ങനെ വെറൈറ്റി റെസിപ്പീസ്, സ്നാക്സ് കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ പറയണം. കുറേ ഇങ്ങനെ വീഡിയോസ് ഇടാണ്ട് ഗ്യാപ്പ് വരുമ്പം ആൾക്കാർ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ അതായത് നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് ഇടാണ്ടിരിക്കുമ്പോൾ പിന്നെ വീഡിയോസ് ഇടുമ്പോൾ വ്യൂസിൽ തന്നെ ആ ഒരു വ്യത്യാസം കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് നടന്നു പോണില്ല. വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് എത്തിപ്പോണില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറേ വീഡിയോസ് എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നോമ്പിന് മുന്നേ ഇടേണ്ടത്. അതിനിപ്പോൾ നോമ്പിന് എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മളിപ്പോൾ പുറത്ത് പോയത്, ഭക്ഷണം കഴിച്ചത്, അങ്ങനത്തെ ഒരു വ്ളോഗായിട്ട് എടുത്ത വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇനി ഇടാൻ ടൈം ഉണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആരും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പിനാണെങ്കിലും റെസിപ്പീസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. എന്നും വീഡിയോ ഇടാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. ഇൻഷാ അള്ളാ എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, എല്ലാവരും നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞോ, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചില ഭാഗത്ത് ഈ നനച്ചുള്ളി പരിപാടി ഉണ്ടോ അറിയില്ല. മിക്കവരും ഈ പെയിൻറ്റിങ് ഒക്കെയാണ് ചെയ്ത് വെക്കാറാണ്. ആ ഒരു നോമ്പാകുമ്പോൾ വർഷത്തിലൊരിക്കൽ പെയിൻറ്റ് ചെയ്യുന്ന ആ ടൈമിൽ അങ്ങനെ ചെയ്യണവരുണ്ട്. അതാകുമ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു വൃത്തിയാണ് നമുക്ക് ആ ടൈമിൽ കിട്ടുമല്ലോ. അത്രയും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതുപോലെ പാത്രങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ് വീഡിയോ ഇതിനും ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇനിയും കട്ട് ചെയ്ത് അത്രയും കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിലും ആയത്. ഈ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി ക്ലീനായ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് വിരിച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് നീറ്റായിട്ട് അതൊന്ന് കാണുമ്പോൾ തന്നെ ഒരു റാഹത്താണ്. എനിക്കങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരമൊക്കെ നോക്കിക്കും. ചിലപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കും കേട്ടോ. കാരണം അത്രയും നീറ്റിലാവും കിടക്കുന്നുണ്ടാവും. അത് ഇപ്പം തന്നെ കുട്ടികൾ ബെഡ്മേൽ ചാടി കളിച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും ചുളിയും. എനിക്ക് ആ ഒരു ടൈമിൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ് നമ്മുടെ റൂം ക്ലീനിങ് കഴിഞ്ഞു. ഇനി എനിക്ക് ബാത്റൂം ക്ലീനിങ് ഉണ്ട്. കുട്ടികളുടെ റൂമിൻ്റെ ബെഡ്ഷീറ്റ് മാറ്റാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ബാത്റൂം ക്ലീനിങ്ങിന് ഞാൻ പിന്നെ ആദ്യം നിൽക്കാത്തത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഈ മൊത്തത്തിലുള്ള ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് നിൽക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഡയറക്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കുട്ടികളുടെ റൂമും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടെ തുടച്ച് കഴിഞ്ഞിട്ട് അവരെ ബെഡ്ഷീറ്റും കാര്യങ്ങളും പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റി അതും കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ബാത്റൂമിൻ്റെ ഒരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. നമ്മളിവിടെ താമസിക്കണതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ വെള്ളത്തിന് ഒരു കറ പോലെ ഉണ്ടാവും. ഇപ്പോൾ പൈപ്പിലാണെങ്കിലും ചുമരിൽ ടൈൽസിലാണെങ്കിലും ഒരു കറ പോലെ ഇങ്ങനെ കുത്ത് പോലെ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ടിപ്പ് ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, മുഴുവനായിട്ട് കണ്ടോളിട്ടാ. ഏതായാലും ഇപ്പോൾ ഇത്ര കണ്ടില്ലേ, ഇനി കുറച്ചും കൂടെ ഉള്ളു. അപ്പോൾ മക്കളെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റണം.
ഒരാൾക്ക് ബ്ലൂ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂവിനോട് സാമ്യമുള്ളതാണ് ഇഷ്ടം, ഒരാൾക്ക് പിങ്കാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ്. കുട്ടികളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ കുട്ടികളൊന്നും അങ്ങനെ വീഡിയോസിൽ കാണിക്കാറില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതാ അങ്ങനെ ഒരാളുടെ വിരിച്ചു, മക്കളും ഹെൽപ്പിനുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം, അതൊന്നും മറക്കരുത്. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു കിഡ്സിൻ്റെ റൂമും മൊത്തത്തിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ മാറ്റി പില്ലോ കവറൊക്കെ മാറ്റി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതാ ഈ ആദ്യം ഇതല്ലേന്ന് കോലം ഒരുപാട് പരന്നിരുന്നിട്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി ഇനി നമ്മൾ ഡയറക്റ്റ് ബാത്റൂം ക്ലീനിങ്ങിലോട്ട് പോവാണ്. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും ഞാൻ ഡെയിലി ബാത്റൂം നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. എങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് വീക്ക്ലി വൺസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഞാനൊരു ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ ഒരു ബക്കറ്റിൻ്റെ ഭാഗം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു കളറ് വൈറ്റ് കളറ്. അപ്പോൾ അതൊരു വെള്ളത്തിൻ്റെയാണ്. അപ്പോൾ അത് ഞാൻ നമ്മൾ ചുമരുമത്തെ ടൈൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അതായത് ഡ്രൈ ആയി കിടക്കണതിൽ പോയി നമ്മൾ ലിക്വിഡ് എന്താ വെച്ചാൽ അത് തേക്കണേക്കാട്ടും നല്ലത് നല്ലപോലെ വെള്ളം ഒഴിച്ചതാക്കല്ലേ. അപ്പോൾ ഈ ഒരു ഇതിൽ എന്താ വെച്ചാൽ സോപ്പും പൊടി, ബേക്കിംഗ് സോഡ, ലിക്വിഡ്, വിനെഗർ, ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് നിങ്ങൾക്ക് പിഴിയാൻ വേണമെങ്കിൽ, അതല്ലെങ്കിൽ ചെറുനാരങ്ങൻ്റെ തോടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര ടാസ്ക് അല്ലേ. അപ്പോൾ ഞാൻ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ചിട്ടാണ്, നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ കറ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നല്ലപോലെ കഴുകി കളയുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതുപോലെ നമ്മളെ പൈപ്പിലുള്ള കറകളൊക്കെ പോവും. ചെറുനാരങ്ങൻ്റെ നമ്മൾ സിങ്കൊക്കെ ആണെങ്കിൽ ചെറുനാരങ്ങൻ്റെ തോട് വെച്ചിട്ട് ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നല്ലപോലെ നല്ല കളറ് കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാനൊന്ന് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാത്റൂം ക്ലീനിങ് കഴിഞ്ഞാൽ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല എന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു ബാത്റൂം കൂടെ നമുക്ക് 2 ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഒരു 2-3 ദിവസമൊക്കെ ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും ഈ ഒരു കറ വരുന്നുണ്ട്. അപ്പം നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ഒരു ചെയറും ക്ലീൻ ചെയ്ത് ബാൽക്കണിയിൽ വെച്ചു. അപ്പോൾ ഒത്തിരി ലാഗ് അടിപ്പിച്ചെന്ന് തോന്നുന്നു അല്ലേ. അടുത്ത പാർട്ടായിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.